ഹലോ നമസ്കാരം, ഞാൻ ദേവപ്രശാന്ത്. നമുക്ക് നമ്മുടെ ചാനലിൽ പല സെലിബ്രിറ്റീസുകളെയും കൊണ്ടുവന്ന് നമ്മൾ പുതിയ ഡിസ്കഷൻസും അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളും അവരുടെ പേഴ്സണൽ ലൈഫിനെ പറ്റിയിട്ടും മറ്റെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു എളിയ ശ്രമമാണ് നമ്മളിവിടെ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഇൻവിറ്റേഷൻ സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്നത് ശ്രീ അലൻ ജോസ് പെരേരയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ശ്രീ വിഷ്ണു കൊച്ചിക്കാരൻ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നവരാണ്. ഇവർ രണ്ടുപേരും സോഷ്യൽ മീഡിയ താരങ്ങളാണ്. അപ്പോൾ നമുക്ക് ആദ്യം അലൻ ജോസ് പെരേരയുടെ ഒരു എക്സ്ക്ലൂസീവ് എടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ആറാട്ടണിൻ്റെയും അലൻ ജോസ് പെരേരയുടെയും സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് താരമായിരിക്കുകയും വൈറലായിരിക്കുകയും ചെയ്യുന്ന ഒരു 19ഓളം സിനിമകളിൽ ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയാൻ പാടില്ല, ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കുകയും ചെയ്തിട്ടുള്ള, ഈവൻ നമ്മുടെ ആസിഫ് അലിയുടെ ഒരു പടത്തിലും രേഖാചിത്രത്തിലും ഒരു റോൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ ഒപ്പം ഉണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയുടെ വിശേഷങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തിന് ചോദിക്കും. ശ്രീ വിഷ്ണു കൊച്ചിക്കാരൻ, നമസ്കാരം. താങ്ക്സ് ഫോർ കമ്മിങ്. അപ്പോൾ താങ്കളുടെ സിനിമയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് പറയൂ. ഞാനിപ്പോൾ അഭിനയിച്ച പടം, അതായത് ഡയലോഗുള്ള വേഷം ചെയ്ത ഒരു പടമാണ് തയ്യൽ മെഷീൻ എന്ന് പറഞ്ഞൊരു പടം. ഓക്കെ. അതിനു മുമ്പ് സീരിയലുകളിലൊക്കെ നല്ല വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ. ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയത് മീനൂസ് കിച്ചൺ എന്ന് പറഞ്ഞ ഷിജു അരൂർ എന്ന് പറഞ്ഞൊരു ഡയറക്ടർ ഉണ്ട്. പുള്ളി അതിനകത്ത് എനിക്കൊരു നല്ലൊരു അവസരം, ഒരു 4 നല്ലൊരു ഡയലോഗുള്ള വേഷം തന്നെ സീരിയലിൽ ചെയ്തിട്ടുണ്ട്. സീരിയൽ ഇതിനു മുമ്പ് അല്ലിൻ്റെ ഒപ്പം അല്ലി ഞാനും കൂടിയാണ് ചെയ്തത്. ആദ്യം എന്നെ വിളിച്ചത് ഞാനാണ് പുള്ളിനെ റെക്കമെൻഡേഷൻ ചെയ്തത്. കാര്യം നമ്മളെ കൊണ്ടുവന്ന പുള്ളിയാണത് സോഷ്യൽ മീഡിയയിൽ, അല്ല സിനിമയിലല്ല, സോഷ്യൽ മീഡിയയിൽ പുള്ളിയാണല്ലോ. ഒരു 10 പേരെ മുമ്പിൽ നമ്മളെ ഇന്ന ആള് ജീവിച്ചിരിക്കുന്നുണ്ട് എന്നറിയിച്ചത് പുള്ളിയാണ്. അപ്പൊ അല്ലേ? അതെ. അപ്പൊ ഞാനത് ചെയ്തില്ലെങ്കിൽ വേറെ ആരും ചെയ്യില്ല. കാര്യം സീരിയലിൽ നിന്നുള്ള ഒരു വലിയ വർക്കിലേക്കൊന്നും ഇവന് അങ്ങനെ നല്ലൊരു വേഷമായിട്ട് ആരും വിളിച്ചിട്ടില്ല. ചെറിയ ചെറിയ റോളിന് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്, അത് ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നതെന്നും. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് അത് അന്ന് മുതൽ സുഹൃത്തുക്കളാണ്. സോഷ്യൽ അത് ഇറങ്ങാൻ പോണു മീൻസ് കിച്ചൺ എന്ന സീരിയല്. ഷിജു അരൂർ സാറിന് ഒരുപാട് നന്ദി അതിന്. കാര്യം അതെ, അതിൽ ഞങ്ങളെ പോലത്തെ ആൾക്കാരെ വിളിച്ച് ഒരു ഡയലോഗുള്ള ഒരു വേഷമാണ് തന്നിരിക്കണം സാർ. ഏറ്റവും കൂടുതൽ ഞങ്ങൾ കമന്റ്സുകൾ മാറി, നെഗറ്റീവ് മാറി, നല്ല നല്ല പോസിറ്റീവ് നടൻ എന്നൊരു ഇമേജ് ഫോം ചെയ്തു. സീരിയൽ ആക്ടർ അല്ലേ എന്ന് വിളിക്കുമ്പോ ഒരു സന്തോഷം. അതെ അതെ. പക്ഷേ നമ്മുടെ ലക്ഷ്യം സിനിമയായിരുന്നു. ചിലപ്പോൾ വഴിതെറ്റി സീരിയലിലേക്ക് പോകാറുണ്ട്. പക്ഷെ അതിലും സ്ഥിരമല്ല. ഒരു 3 എപ്പിസോഡ് 4 എപ്പിസോഡായിട്ടാണ് തന്നത്. പക്ഷെ അത് തരാൻ കാണിച്ച ഷിജു സാറിനാണ് ഒരുപാട് നന്ദി. പുള്ളിയോട് ഒരുപാട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസമായോ ഷൂട്ട് കഴിഞ്ഞിട്ട്? ഷൂട്ട് ഇപ്പൊ കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു മാസം മുന്നേ ഒരു എപ്പിസോഡ് എടുത്തിരുന്നു. 3-4 എപ്പിസോഡ് എടുത്തിട്ട് റിലീസ് ആയിരുന്നു. ഓൺലൈൻ കൂടി കണ്ടിട്ടുണ്ടാവും. ഇനിയിപ്പോ കുറച്ച് കല്യാണ ബ്രോക്കർ ആയതുകൊണ്ട് കുറച്ച് സീൻസിന് വരാനുണ്ട്. ഞാൻ ഇവന് ഒരുമിച്ചുള്ള കോമ്പിനേഷൻസ് ത്രൂ ഔട്ട് മീനൂസ് കിച്ചണിന്റെ ഒരുപാട് താരങ്ങൾക്കൊപ്പം കോമ്പിനേഷൻ സീക്വൻസ് ഉണ്ട്. അത് തന്നെ ഭാഗ്യം. ഇപ്പൊ ഒരു കല്യാണത്തിന്റെ സീക്വൻസിൽ വരാൻ പോകുന്നുണ്ട്. ഇപ്പൊ ആ ഷൂട്ട് കഴിഞ്ഞ് ഈ മാസം ലാസ്റ്റോടെ സാർ റിലീസ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് അതിനകത്ത്. ഞങ്ങൾക്ക് ഇപ്പൊ വന്നേക്കണം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ള സാധനമാണ്. അത് സാർ ഒരുമിച്ച് സെറ്റ് ചെയ്ത് തന്നാണ്. അതിലൊരുപാട് നമ്മ വീണ്ടും നന്ദി പറയാണ് ശ്രീജുവാരൂരിനോട്, മഴവിൽ മനോരമയോട്. സ്ത്രീകളുടെ ഇടയിലേക്ക് പെട്ടെന്ന് അല്ലെ, അമ്മമാരുടെയും സഹോദരിമാരുടെയും ഇടയിൽ ഒരു റെക്കഗ്നേഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ അക്സെപ്റ്റ് ചെയ്യും. ട്രോൾ വന്നത് മറ്റേ കുടുംബ പ്രേക്ഷകരുടെ അലൻ ജോസ് പെരേര. നല്ല കാര്യം. അതെ അതെ, അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോ അഭിനയം പഠിച്ചിട്ടുണ്ടല്ലേ? അതെ, ഞാൻ ആക്ടിങ് പഠിച്ച് ഞാൻ ഫസ്റ്റ് പടം നിറം എന്ന് പറഞ്ഞ സിനിമയില് ജൂനിയർ ആർട്ടിസ്റ്റ് ആണ്. നിറം അതില് ഒരു ചിക് ചിറകൾ എന്ന് പറഞ്ഞ സിനിമയില് കൈയടിക്കാനായിട്ടാണ്. അന്ന് 50 രൂപ കൂലിയാണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കയറിയത് ബ്ലാക്ക് ഡാലിയ എന്ന് പറഞ്ഞിട്ട് ബാബു. അത് പറയണ്ടേ, നമ്മൾ ഫസ്റ്റ് എമൗണ്ട് കുഴപ്പമില്ല, കാരണം നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ടാണല്ലോ കയറി. നമുക്ക് ഫസ്റ്റ് എമൗണ്ട്, അതെ ഇപ്പൊ ഏത് സിനിമാക്കാരും ഫസ്റ്റ് എമൗണ്ടേ പറയുള്ളൂ, ലാസ്റ്റ് എമൗണ്ട് പറയാറില്ല. അപ്പൊ ഫസ്റ്റ് എമൗണ്ട് 50 രൂപയാണ്. അതില് പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ചെയ്താണ് ബ്ലാക്ക് ഡാലിയ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാബുരാജിന്റെ മറ്റേ ബാബുരാജ് പുള്ളിക്കാരന്റെ വൈഫ് വാണിച്ചേച്ചി ആ ഒരു പോലീസ് കഥാപാത്രം ചെയ്തതില് അതില് പാർട്ടിക്കാരനായിട്ട് അതിനും ചെറുതാണ്, ചെറിയ പന്തം പിടിച്ചൊക്കെ നിൽക്കണ സീൻസ് ആണ്. അങ്ങനെ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എല്ലാരും പറഞ്ഞത് ഇങ്ങനെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയിട്ട് കാര്യമില്ല, ഇത് നമ്മൾ പഠിക്കണമെന്ന് തന്നെ പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അപ്പൊ വീട്ടിലെ അമ്മേനോട് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, ഇനിയിപ്പൊ അതും കൂടി ചെയ്തില്ലെന്ന് വെച്ച് സ്കൂളിലാ പഠിക്കാൻ പോണില്ല, ആക്ടിംഗ് ലാബിലെങ്കിലും പോകുന്നു പറഞ്ഞ് അവിടെ പോയി പഠിച്ച്. സ്കൂളിൽ ഒരുപാട് പോയിട്ടില്ല, 10ാം ക്ലാസ് വരെ പോയിട്ടുള്ളു. അപ്പൊ അതെ അതെ, കുഴപ്പമില്ല. മനുഷ്യന് അറിയാനുള്ള
അറിവുകളും നേടി കഴിഞ്ഞല്ലോ. പക്ഷെ അപ്പോഴും ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, 5ാം ക്ലാസ്സിൽ പോയിട്ടുണ്ട്. ആ ശരി. ആ വേറൊരു കാര്യം കൂടി ഞാൻ പറയാനുണ്ട് ഇതിന്റെ ഇടയിലും എനിക്കൊരു തൊഴിലുണ്ട്. അതായത് ഞാൻ 18 വയസ്സായപ്പോൾ തന്നെ ഓട്ടോറിക്ഷ ലൈസൻസ് എടുത്ത് ഞാൻ ഓടിക്കാത്ത വണ്ടികളില്ല. എറണാകുളത്ത് ബസ്സായാലും കാറായാലും കാർ ഡ്രൈവറായിട്ട് പോകും, ബസ് ഓടിക്കാൻ പോകും. അത് പറയണ്ട, പേര് പറയണ്ട, സിനിമാക്കാരുടെ പേര് പറയണ്ട. കാര്യം എന്താണെന്നറിയോ? കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ഡയറക്ടർമാരെ കാറൊക്കെ ഓടിക്കാൻ വേണ്ടി പോയിട്ടുള്ള. അപ്പൊ അവര് നമുക്ക് ഒരു നല്ല വേഷം തരാന്നൊക്കെ പറഞ്ഞ് അവര് വിളിച്ച് നമ്മളൊരു മയപ്പെടുത്തി ഷൂട്ട് തുടങ്ങാനാകുമ്പോൾ നമ്മളെ ചവിട്ടി പുറത്താക്കും. പിന്നെ അത് കഴിഞ്ഞ ഒരു ഡയറക്ടർ, അത് സങ്കടം ഒരു സീന, ആ ഡയറക്ടറിന്റെ കൂടെ ഞാൻ വർഷങ്ങളായിട്ടുള്ളതാ. അവര് ഇപ്പോഴാണ് സ്ക്രിപ്റ്റ് റൈറ്റർ. അത് വർഷങ്ങളായിട്ട് അവരുടെ ഉണ്ടായിട്ട് അവര് ഒരു സിനിമ തുടങ്ങുമ്പോൾ എന്നെ വിളിക്കാന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരത്തി എന്നെ വിളിച്ചത് 5 ദിവസം ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ട് അവിടെ ചെന്നപ്പോ മലപ്പുറത്താണ്, നമുക്കറിയാത്തൊരു ഏരിയ ആണ്. അവിടെ പോയി വഴി നമുക്ക് അന്ന് ഷൂട്ട് ഉണ്ടായില്ല. അപ്പൊ ഞാൻ ചോദിച്ചു ഇങ്ങനെ ഷൂട്ട് ഇല്ലല്ലോ എന്ത് ചെയ്യുമെന്ന് വെച്ചപ്പോ അതിപ്പോ ഷൂട്ട് തുടങ്ങുമ്പോൾ പറയാ 5 ദിവസത്തെ ഷൂട്ടാണുള്ളതെന്ന് പറയും. അപ്പൊ നമുക്കൊരു ആഗ്രഹം ഉണ്ടല്ലോ, കാര്യം ജൂനിയർ ആർട്ടിസ്റ്റിൽ നിന്ന് നമുക്കൊരു ഡയലോഗുള്ള ഒരു വേഷം കിട്ടിയെന്ന് പ്രതീക്ഷയാണ് അവിടെ ചെല്ലുന്നത്. ഈ 5ാമത്തെ ദിവസമാണ് എൻ്റെ ഒരു ഫ്രെയിം, അതായത് 3 പേരുടെ പുറകെ നിൽക്കുന്ന ഒരു ഫ്രെയിം എനിക്കത് പുള്ളിക്കാരത്തി തന്നു. പക്ഷെ ഈ 5 ദിവസവും ഞാൻ റോട്ടിലാണ് കിടന്നത്. 5ാമത്തെ ദിവസമാണ് ആ ഷൂട്ട് കഴിഞ്ഞപ്പോ ഞാൻ അന്ന് അവിടെ നിന്ന്, അതായത് വൈകുന്നേരം 6:30 വരെ ഷൂട്ട്. വൈകുന്നേരം 6:30 വരെ ഷൂട്ട് എന്ന് പറയുമ്പോ നമുക്ക് വൈകുന്നേരത്തെ ചായ കൂടി മാത്രം നടക്കും. അത് കഴിഞ്ഞ പിന്നെ രാത്രി പട്ടിണിയാണ്. അപ്പൊ രാത്രി പട്ടിണിയായിട്ട് അതിൽ കടയുടെ അരികത്തൊക്കെ നമ്മൾ അവിടെ കിടക്കുന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എണീച്ച് 7 മണിക്ക് ഭാഗ്യത്തിന് ലൊക്കേഷനിൽ ചെല്ലല്ല. 7 മണിക്ക് ലൊക്കേഷനിൽ ചെന്ന് അവിടെ നിന്ന് രാവിലത്തെ ചായ കുടിയും കഴിഞ്ഞ് ഭാഗ്യത്തിന് അതൊരു കോളേജ് ഷൂട്ട് ആയതുകൊണ്ടിട്ട് അവിടെ നിന്ന് തന്നെ കുളിച്ച് നമുക്ക്, അതായത് 7 മണിക്കാണെങ്കിലും നമ്മൾ ജൂനിയർ ആർട്ടിസ്റ്റുകൾ 6:30 എത്തണമെന്നാണ് നിയമം. ഷൂട്ട് തുടങ്ങുമ്പോൾ ചിലപ്പോൾ 10 മണിയാവും, 11 മണിയാവും. പക്ഷെ ആ നിയമം 6:30 എത്തണമെന്നുള്ള ഇതാണ്. പക്ഷെ ഇതിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടും കൂടി അല്ല പോയത്, അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ വിളിച്ചിട്ടാണ് ഞാൻ പോയത്. അതിന്റെ ഒരു പരിഗണന തന്നില്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല. കാര്യം എന്താ വെച്ചാൽ ആ ഒരു ഫ്രെയിം എന്ന് വെച്ചാൽ 3ാമത്തെ ഒരാളുടെ പുറകെ നിൽക്കാൻ ഞാനപ്പോൾ ചോദിച്ചു, ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയാൽ മതി. കാര്യം ഇതിന് നല്ലതായിട്ട് തന്നെ രേഖാചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. അത് ആസിഫ് അലിയുടെ കൂടെ ഒരു ചെറിയ സീനായാലും അത് നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട് എന്നെ. പിന്നെ പുണ്യാളം എന്ന് പറഞ്ഞ പടത്തില് അതില് മറ്റേ അനുശ്വരാജ് അതില് ഈ ഇടക്കിറങ്ങിയതാ. അതില് ഫസ്റ്റ് പടം തുടങ്ങുമ്പോ അതുണ്ട്, അതിലുണ്ട്. അനുശ്വരാജന്റെ ആ ഒരു പടത്തിലൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ നെസ്ലിൻ പ്രേമലു എന്നെ സപ്പോർട്ട് ചെയ്ത നെസ്ലിനാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ 10-30 പേര് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ നെസ്ലിനെ അടുത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞു, നെസ്ലിനെ ഒന്ന് ഫ്രെയിം നമുക്ക് കിട്ടുമെന്ന് വെച്ചു. അപ്പൊ നെസ്ലിൻ പറഞ്ഞു, ചേട്ടാ പേടിക്കണ്ട, ചേട്ടൻ എന്റെ കൂടെ ഇരുന്നോന്നും പറഞ്ഞ് പ്രേമലൂല് പുള്ളിക്കാരന്റെ കൂടെ എന്നെ ഇരുത്തി. അതില് നല്ലൊരു ഫ്രെയിമാണ്. കാര്യം പുള്ളിയുടെ, അതായത് പുള്ളിക്കാരൻ അതില് ക്യാരക്ടർ ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് പ്രേമലൂല് നെസ്ലിൻ ചെയ്യുന്ന കഥാപാത്രം. അതായത് അതിനു വേണ്ടിയിട്ട് അവൾ വർക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ ആ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് കൈ അടിക്കാൻ വേണ്ടി വരുമ്പോ കറക്റ്റായിട്ട് പുള്ളി എന്റെ അടുത്ത് വന്നിരിക്കണ സീനാണ്. അപ്പൊ അതിൽ നല്ലൊരു ഫ്രെയിം എനിക്ക് കിട്ടിയായിരുന്നു പ്രേമലൂല്. അങ്ങനെ കുറെ ചിത്രങ്ങൾ ചെയ്ത്, പിന്നെ നാടകത്തില് അലാവുദ്ദീൻ അത്ഭുതവിളക്ക് എന്ന് പറഞ്ഞ ഒരു നാടകമുണ്ട്. അതൊക്കെ ചെയ്തിട്ടാണ് അതെ ഒരുപാട് അമച്ചർ നാടകങ്ങൾ അഭിനയിച്ചിട്ടുള്ളതാണ്. ഞാൻ അലാവുദ്ദീൻ അത്ഭുതവിളക്ക് എന്ന് പറഞ്ഞ ഇതാണ് ചെയ്തത്. നമുക്ക് ഏത് ചെയ്യണം, തിയേറ്റർ ആർട്ടിസ്റ്റ് ആയിട്ട് നമ്മൾ അഭിനയിക്കുമ്പോൾ നമ്മൾ നാടകത്തിൽ ചെയ്യുമ്പോൾ എക്സ്പോഷർ ഭയങ്കര വലുതാണ്. കാരണം നമ്മൾ പക്ഷെ നമ്മളാരും തിരിച്ചറിയുന്നില്ല, അറിയുന്നില്ല. അതാണ് ഒന്നാമത്തെ പ്രശ്നം. ഇത്രയും ചെയ്തിട്ട് നമ്മളൊരു നല്ലൊരു ഇപ്പൊ ഒരുപാട് അവഗണന എന്ന് വെച്ചാൽ നമുക്ക് അറിയാവുന്ന ഡയറക്ടർമാരായാലും സ്ക്രിപ്റ്റ് റൈറ്റർമാരായാലും നമുക്കൊരു വേഷം തരാമെന്നും പറഞ്ഞ് നമ്മളവർ ഉപയോഗിക്കണമായിരുന്നു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. കരി ഇടക്കിറങ്ങിയൊരു വമ്പൻ പടമൊക്കെ ഉണ്ടായിരുന്നു. ആ പുള്ളിയുടെയൊക്കെ കൂടെ ഉണ്ടായതാണ് ഞാൻ. പക്ഷെ അവരാ പടം തുടങ്ങാനപ്പോ ഔട്ട് തന്നു. അതായത് അത് പറയാ ഇതാന്നൊക്കെ പറയാം. പക്ഷെ ഇവർക്കൊക്കെ പറ്റിപ്പോയ അബദ്ധം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ പടത്തിന് ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ചെല്ലുമ്പോൾ ഇവരെന്നെ കാണുമ്പോൾ മാറിക്കളയും. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ സിനിമയിൽ ഇപ്പൊ ഞാനിപ്പോ അത് എന്ന് വെച്ചാൽ ഇവരുടെ കൂടെ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഫെയിം എന്താണെന്ന്. കാര്യം നമ്മൾ സിനിമയിൽ അഭിനയിച്ച തന്നെ ഫെയിം ആവണമെന്നില്ല ഇപ്പൊ. സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാം. അതെ, അതിപ്പോ ഇല്ല. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് ഇപ്പൊ ഞാൻ അതാണ് വിചാരിച്ച് സിനിമയിൽ അഭിനയിക്കാൻ ഞാൻ പണിക്ക് പോകാണ്ടിരിക്കണല്ല. രാത്രി മൊത്തം വണ്ടി ഓടിച്ച് പകല് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയി. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഇത്ര നാളിങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. നല്ലൊരു വേഷം ഇതുവരെയായിട്ട് അങ്ങനെ ആരും തന്നിട്ടുമില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സുഹൃത്ത് രാകേഷ് കൃഷ്ണ സ്ക്രിപ്റ്റ് എഴുതിയ, ഡയറക്ടർ വിനീത്, പ്രൊഡ്യൂസർ ഗോപിക, ഇവർ 3 പേരും കൂടി ഒരു പടം ചെയ്തപ്പോൾ എന്നെ വിളിച്ചിട്ട്
നല്ലൊരു ഡയലോഗുള്ള ഒരു വേഷമാണ് എനിക്ക് തന്നത്. അന്നാണ് ഞാൻ അറിയുന്നത് നമുക്ക് ഷൂട്ട് റൂം എന്താണ്. ഓക്കെ. തിരുവനന്തപുരത്ത് ഞാൻ പോയി ഇറങ്ങുമ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ഇനി മലപ്പുറത്തെ അവസ്ഥ എന്ന് വിചാരിച്ചു. പക്ഷെ അവരെന്നെ ട്രീറ്റ് ചെയ്ത് ഭയങ്കര നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് എനിക്ക് അവിടുന്ന് ഷൂട്ട് റൂം ഒക്കെ എടുത്തു തന്നു. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കിടക്കുന്നത്. നമ്മൾ പൈസ കൊടുത്ത് കിടക്കണമല്ല, ഒരു സിനിമയുടെ വർക്കിന് പോകുമ്പോൾ നമ്മളെ എങ്ങനെ വെൽക്കം ചെയ്യണം എന്നുള്ളത് അവർ കാണിച്ചു തന്നു. ബാഡ് ബോയ്സ് പടത്തിൽ ഞാൻ വർക്ക് ചെയ്തു. ചെറിയൊരു ഗസ്റ്റ് അപ്പിയറൻസ് ആണെങ്കിലും അത് ഇപ്പൊ ഡയറക്ടർ അസോസിയേറ്റ് പറഞ്ഞത് ക്യാരവാനില് എടുത്താ പറഞ്ഞു. അപ്പൊ മറ്റേ പുള്ളി തിരക്കിട്ട് പറഞ്ഞ് ക്യാരവാനിൽ ഡിനിട്ടോ ഉണ്ട്, ഇപ്പൊ കേറണ്ട എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി AC റൂം അറേഞ്ച് ചെയ്തു. അവിടെ തന്നെ സെറ്റിൽ തന്നെ വീടാണ്. വീട്ടിൽ തന്നെ റൂം നമുക്ക് സ്പെഷ്യലായിട്ട് നമുക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യാൻ മേക്കപ്പ് ചെയ്യാനുള്ള സംഭവം സെറ്റ് ചെയ്തു. അതുപോലെ സെറ്റിംഗ് ഉണ്ട് എല്ലാ പടത്തിലും ഒരേ രീതിയിലാണെന്നില്ല. ഇപ്പൊ ഞാനിപ്പോ ഈ റേസറിൽ അഭിനയിച്ച പടങ്ങൾ വെച്ചാൽ ഗുലാനട്ടട ചോലോസ്കിയിലൊക്കെ മേക്കപ്പ് ഒന്നുമില്ല, ഓൺ സ്പോട്ട് അഭിനയമാണ്. കാരണം അത് ബഡ്ജറ്റ് നമുക്ക് പരിമിതിയാണ്. അപ്പൊ നമുക്ക് മേക്കപ്പ് യൂസ് ചെയ്യാൻ പറ്റില്ല, സാധാരണ നാച്ചുറൽ ആയിട്ട് അഭിനയിക്കാൻ പറ്റും. എല്ലാ പടത്തിലും ഓരോ സംഭവം വേണമെന്ന് പറഞ്ഞു. ഇവന്റെ ഒരു കഷ്ടപ്പാടിന്റെ ഒരു വിജയമാണ് ഇപ്പൊ തയ്യൽ മിഷൻ എന്ന് പറഞ്ഞ രാകേഷ് കൃഷ്ണ വിനയൻ സാറിന്റെ ഒരു മൂവി. കാരണം അത് നമ്മുടെ കിച്ചു ടെലിക്സ് ആയിട്ട് പിന്നെ ഗായത്രി സുരേഷാണ് നായിക. ഒരു വലിയ സിനിമയാണല്ലോ. കാരണം ആൾക്കാർക്ക് ചെറിയ സിനിമയായിരിക്കും. കാരണം അത് വലിയ സിനിമ തന്നെയാണ്. തയ്യൽ മെഷീൻ എന്ന് പറഞ്ഞാൽ അത് വലിയ സിനിമ തന്നെയാണ്. ഹൊറർ കോമഡി ഒന്നുമല്ല, അത് പടം ഇറങ്ങുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. ഹൊററാണ്, കോമഡി അല്ല. പറഞ്ഞാല് നായിക നമ്മള് ജമിനാപ്യാരിയില് നല്ലൊരു വേഷം ചാക്കോച്ച് എന്നൊരു ആക്ടറായിട്ട് രംഗത്ത് തോന്നുന്നതാണ് സിനിമയിലേക്ക്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഗായത്രി സുരേഷ് എന്ന് പറഞ്ഞ വ്യക്തിയെ മലയാള സിനിമ കൊണ്ടുവന്നിരുന്നില്ല, സ്ഥിരപ്പെടുത്തിയില്ല എന്നൊന്നും എനിക്കറിയില്ല. കാരണം അത് അതിലെ പെർഫോമൻസ് കൊണ്ട് എനിക്ക് തന്നെ ഒരു ക്രഷ് തോന്നിയിരുന്നു, ആരാധന തോന്നിയിരുന്നു. ചിലപ്പോ ആൾക്കാർ ഡൗട്ട് അടിക്കാം, പക്ഷെ ഒരു ആരാധന തോന്നിയ ഒരു പെർഫോമൻസാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് തുടരെ പടം വരുമെന്നാ പ്രതീക്ഷിച്ചത്. പക്ഷെ അവര് ആസ് ആൻ ആക്ടർ ചെറിയ ചെറിയ പടങ്ങളിൽ ഒതുങ്ങിപ്പോയി. പക്ഷെ ഇതിലൂടെ എന്തായാലും നല്ലൊരു തിരിച്ചുവരവുണ്ടാവും. കാരണം ഒരു ആ പോസ്റ്റർ ഗൗരവമായിട്ടുള്ളൊരു വേഷം ചെയ്തിരിക്കുന്നു. കാരണം ഒരുപാട് ചിത്രങ്ങൾ ഗൗരവമായിട്ട് ഇറങ്ങുന്നുണ്ട്, പക്ഷെ അതിന് കുറച്ചൊക്കെ നെഗറ്റീവായിട്ടൊക്കെ ആൾക്കാർ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് നല്ല രീതിയിൽ പറയാൻ പറ്റുന്ന ഒരു ഗായത്രി സുരേഷിന്റെ ഒരു അഭിനേത്രി എന്ന നിലയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പടമായിരിക്കും. ഏതായാലും ഓഗസ്റ്റ് 1-ാം തീയതി റിലീസാണ് പടം. അപ്പൊ അത് എല്ലാവരും തിയേറ്ററിൽ പോയി കാണണമെന്നേ പറയുള്ളൂ. കാരണം അത് ഇറങ്ങിയിട്ട് വേണം എനിക്ക് ഇനി ചിലപ്പോ എന്റെ ഭാവി ചിലപ്പോൾ അതിനകത്തായിരിക്കും. അതിലൊരു വേഷം ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മറ്റു ഡയറക്ടർമാർ ആരെങ്കിലും വിളിച്ച് നല്ലൊരു കാര്യം ഇത്ര നാളായിട്ട് നമുക്കൊരു നല്ലൊരു വേഷം ഇതിലാണ് കിട്ടിയത്. നാടകത്തിലും മറ്റേ എന്താണ് സീരിയലിലൊക്കെ കിട്ടിയിട്ടുണ്ട്, സിനിമയിൽ കിട്ടിയത് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണല്ലോ തുടങ്ങിയത്. പക്ഷെ അതിലൊന്നും ആവാൻ പറ്റാത്തതുകൊണ്ടാണ് പഠിച്ചിറങ്ങിയത്. ഞാൻ പഠിച്ചിറങ്ങിയതും കൂടിയാണ്. അപ്പൊ അതിന്റെ ഒരു സങ്കടമുണ്ട്. പൈസ മുടക്കിയിട്ടാണ് പഠിച്ചത്. അപ്പൊ അവരും നമ്മളെ തഴഞ്ഞി പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സിനിമയിൽ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവര് പടം തുടങ്ങിയപ്പോഴും നമ്മളെ ചവിട്ടി. അപ്പൊ ഞാൻ പിന്നെ അത് ചോദിക്കാൻ നിന്നില്ല. കാര്യം എന്താ വെച്ചാൽ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ ഇത്. ഹാപ്പി അല്ലേന്ന് വെച്ചാൽ നമ്മള് പൂർണ്ണമായും ഹാപ്പി അല്ല. കാരണം ഞാൻ ആഗ്രഹിച്ച വഴി സിനിമയാണ്. അതിൽ തിരിഞ്ഞാണ് ഇവരുടെ അടുത്തേക്ക് എത്തിയത്. മനസ്സിലായി? പകുതി അങ്ങനെയല്ല, ഹാപ്പി എന്ന് വെച്ചാൽ ഫുൾ ഹാപ്പി എന്ന് പറയാൻ പറ്റില്ല, മുക്കാലും. അപ്പോഴും നമ്മുടെ ലക്ഷ്യം എന്തായിരുന്നു? ഇപ്പൊ എന്റെ ഇപ്പൊ ചേട്ടൻ ഞാൻ ഒരു കാര്യം പറഞ്ഞു, നിറം സിനിമയിലെ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അതില് ആ ചെറുപ്പം മൂലെ നമ്മുടെ ഉള്ളിലൊരു സാധനം കിടക്കണോണ്ടാണല്ലോ നമ്മൾ ഈ ഫീൽഡിലേക്ക് എത്തണമല്ലോ. അതിലെത്താൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ വഴി തിരിഞ്ഞ് സോഷ്യൽ മീഡിയയിലേക്ക് കയറിയത്. സോഷ്യൽ മീഡിയ ഇപ്പൊ നമ്മളിപ്പോ 10 പേര് തിരിച്ചറിഞ്ഞു സിനിമയിൽ ഇപ്പൊ അഭിനയിക്കണമെന്ന് വലിയ ഇതില്ല. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും സെൽഫി എടുക്കുന്നില്ല. ഇപ്പൊ 10 പടത്ത് അഭിനയിച്ച് ഡയലോഗ്സ് പറഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ നിനക്ക് സെൽഫി എടുക്കാൻ പറ്റുന്ന ആൾക്കാർ ചിലപ്പോൾ ഈഗോ വരാറുണ്ട് ഇവനെ സെൽഫി എടുക്കാൻ. അടിപൊളി. അത് നല്ലൊരു ഇതാണ്, നല്ലൊരു ഭാവിയുണ്ട്. കാരണം ഫിലിം എന്ന് പറഞ്ഞാൽ അനന്തമായ സാഗരം എന്ന് പറയുന്ന പോലെയാണ്. എവിടെയാണ് എങ്ങനെയാണ് നമ്മൾ എത്തുക എന്ന് പറയാൻ പറ്റില്ല. കാരണം പല ജൂനിയർ ആർട്ടിസ്റ്റുകളായി വന്ന ആൾക്കാരും ഇപ്പോൾ നമ്മുടെ വലിയ വലിയ വിജയ് സേതുപതി സാറിനൊക്കെ കണ്ടിട്ടില്ലേ, റോളുകളിൽ വന്നിട്ടാണ്. ജോജു ജോർജ് ഒക്കെ എത്ര കഴിഞ്ഞിട്ടാണ്. അതെനിക്ക് പുള്ളിയൊക്കെ ഭയങ്കര ലൈഫിൽ എനിക്ക് പുള്ളിയൊക്കെ ഒരു ജീവിതത്തിൽ പുള്ളിയുടെ ഇന്റർവ്യൂ ഒക്കെ എടുത്ത് കാണുമ്പോഴാണ് ഞാൻ ആലോചിക്കണം പുള്ളി ചെയ്തതിനെക്കാട്ട്. പുള്ളി ചെയ്തതിന്റെ അപ്പുറമല്ല, പുള്ളി ചെയ്തതിന് കൂടുതൽ ഞാനും അതേപോലെ അനുഭവിച്ച ഒരാളാണ്. വഴിയിലൊക്കെ കിടന്നിട്ടുണ്ട് ഞാൻ. ഒരു വീഡിയോ കണ്ടിട്ടില്ലേ, അച്ഛൻ എത്രയും വലിയ ഇതായിട്ട് പോലും അദ്ദേഹം ഇങ്ങനെ വെള്ളം അടിക്കുന്ന പോലെയൊക്കെയുള്ള കണ്ടില്ലേ. അപ്പോൾ എല്ലാവർക്കും സ്ട്രഗിൾ ഉണ്ടാവും. ആ സ്ട്രഗിളിലൂടെയാണ് മുകളിലോട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു ടൈമും
അതിൻ്റെതായിട്ടുള്ള ഒരു തലവരാന്നൊക്കെ ജോജു. പറയുന്നത് ഒരു ഇതാണ്. ജോജു നടനെന്ന നിലയിൽ ഓക്കെയാണ്, പക്ഷെ ആൾക്കാർക്കിടയിലേക്ക് പെരുമാറുന്നത് എല്ലാവർക്കും ഇടയിൽ ഒരേപോലെ അല്ല. കാരണം ഞാനും ആറട്ടണ്ണനും വൈറലായി കഴിഞ്ഞ ശേഷം പുള്ളി പലപ്പോഴും കാണുമ്പോൾ മൈൻഡ് ആക്കുന്നില്ല. അത് ഓരോരുത്തരുടെ കാഴ്ച. ഞാനൊരു വീഡിയോ കണ്ടിരുന്നു, ഒരു ഫോൺ കൊണ്ടുപോയിട്ട് പണിയുടെ സിനിമ ഇറങ്ങി വന്നപ്പോ. അല്ല, അതുകൂടാത്ത വേറെ സീക്വൻസ് കണ്ടിരുന്നു ഞാൻ അങ്ങനെ ചെല്ലാൻ കാരണം എന്ന് വെച്ചാൽ പുള്ളിയുടെ നടനം മാത്രമല്ല, പുള്ളിയുടെ ഒരുപാട് ഇന്റർവ്യൂ കണ്ടിട്ട് ആ ഒരു ഇൻസ്പിറേഷൻ കൊണ്ട് പോയി കണ്ടതാ, അടുത്തേക്ക് ചെന്നതാ. പറഞ്ഞാൽ ഈ ജൂനിയർ ആർട്ടിസ്റ്റ് അഭിനയിച്ച കഷ്ടപ്പെടൊക്കെ പറഞ്ഞൊരു ഇന്റർവ്യൂസ് ഒക്കെ ഉണ്ടാവും. കാരണം നമുക്ക് പുള്ളിയുടെ കൂടെ ഒരു വേഷം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല ചെന്നത്. പുള്ളിയോട് ഒരു ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹിച്ചപ്പോ പുള്ളി അത് എന്താ പറയാ ഇഷ്ടപ്പെട്ടില്ല, എടുത്തില്ല. എല്ലാരും അങ്ങനെയല്ലോ. കാരണം എന്നെ നമ്മളൊക്കെ ഇപ്പൊ തിയേറ്റർ റിവ്യൂല് ഇപ്പൊ വിനയ് ഫോട്ടോ ആണെങ്കിലും ഷൈൻ ടോം ചാക്ക് ആണെങ്കിലും അത്യാവശ്യം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ജോജു ജോജ എന്ന് പറയുന്ന നമ്മളോട് അവഗണിച്ചെന്ന് പറഞ്ഞാല് വലിയ കുഴപ്പമില്ല. കാരണം അവർക്ക് ക്യാഷ് ഉണ്ട്, അതിന്റെ ഒരു അഹങ്കാരം കാണിക്കാം രീതിയിൽ എടുക്കാം. അല്ലെങ്കിൽ ആ പോട്ടെ. അല്ലാണ്ട് ഇപ്പൊ എന്റെ ഹൃദയത്തിൽ ഇപ്പൊ മമ്മൂക്കൻ ലാലട്ടന്റെ ഒക്കെ പടങ്ങളിൽ അഭിനയിക്കുന്ന ആളാണ് ജോജു ജോർജ്. അപ്പൊ അങ്ങനത്തെ സ്റ്റാൻഡ് ഉള്ള ഒരു വ്യക്തി ചിലപ്പോ മൈൻഡ് ആക്കാണ്ടിരിക്കാം. പക്ഷെ ആസ് എൻ ആക്ടർ നമുക്ക് മനസ്സിലാക്കേണ്ടത് ദിലീപേട്ടനെയാണ്. ദിലീപേട്ടൻ ഇപ്പൊ ഞാൻ എത്ര വൈറലാണെന്ന് പുള്ളിക്ക് അറിയാൻ പറ്റുമായിരിക്കും, പക്ഷെ ദിലീപേട്ടൻ എന്നോട് ഒരു വാക്കുകൾ ചോദിക്കാറില്ലല്ലോ, എന്റെ വിവാദങ്ങളോ കാര്യങ്ങളൊന്നും ചോദിക്കാറ്. പക്ഷെ ഇപ്പോൾ കാണുമ്പോൾ സെൽഫ് എടുക്കാൻ പുള്ളി കയറുന്നു. പക്ഷെ അതാണ് ഒരു നടന്റെ ഒരു കഴിവ്. എല്ലാരെയും ഇപ്പൊ വൈറലാവുന്ന ആൾക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ സാധാരണക്കാരായിക്കോട്ടെ, എല്ലാവർക്കും ഒരേപോലത്തെ റെസ്പെക്ട് കൊടുക്കുന്ന ആളാണ് ജനപ്രതിനിധി ദിലീപേട്ടൻ. അത് കണ്ട് ജോർജ് പഠിക്കുക, മനസ്സിലായോ? അദ്ദേഹത്തിനെ കുറ്റം പറയുന്നതല്ല, പക്ഷെ പണി എന്ന പടം ഹിറ്റായി അല്ലെങ്കിൽ കുറച്ച് പടം ഹിറ്റായപ്പോ എല്ലാവരെയും മാറ്റി നിർത്തുന്നുണ്ട് പുള്ളി. പല മീഡിയാസിനെയൊക്കെ കാണുമ്പോൾ മാറുന്നുണ്ട്. അപ്പൊ അത് ശരിയുള്ള കാര്യമല്ല. കുറച്ചുകൂടെയൊക്കെ ആൾക്കാരോട് വേണ്ടിയില്ല. ഇപ്പൊ എനിക്കും പലപ്പോഴും സാധിക്കാറില്ല, പക്ഷെ നമ്മള് ആസ് എ വ്യക്തി എല്ലാവർക്കും ഒരു ഇമേജ് അറിയാവുന്ന വ്യക്തി ചില ആൾക്കാർ നമ്മളെ കാണുമ്പോ അവഗണിക്കുന്നത് നമുക്കത് വിഷമാണ്. തെറ്റെന്നല്ല, വിഷമം വരുന്നു. കാരണം ഒരു കാര്യം എന്ന് വെച്ചാൽ അമ്മയിൽ തന്നെ ഒരു മെയിൻ നടനാണ് ടോമ. പുള്ളി ഇതാ പറയുന്ന ഇന്റർവ്യൂ കണ്ടപ്പോ കരഞ്ഞുപോയി. കാരണം എന്നെ പറ്റി ബൂസ്റ്റ് ചെയ്താ പറയുന്നത്. കാരണം പലരും പറയും പൈസ കൊടുത്തിട്ടാണ് ബൂസ്റ്റ് ചെയ്യുന്നത് പറയും, പക്ഷെ ഒറ്റ പൈസ ഞാൻ ടോം ചേട്ടൻ കൊടുത്തിട്ടില്ല. പുള്ളി വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ, പുള്ളി ആൾറെഡി ആ ലെവലിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക്. പക്ഷെ നമ്മള് പറയാണ്ട് തന്നെ പുള്ളി കയ്യിൽ നിന്ന് പറയുന്നതാണ്. പുള്ളിയുടെയൊക്കെ വീഡിയോ കാണാറുണ്ട്. ഇപ്പൊ ഞാൻ വാട്സാപ്പിൽ പുള്ളിക്ക് ടൈം മെസ്സേജ് അയക്കാറുണ്ടല്ലോ എപ്പോഴൊക്കെ. അപ്പൊ അത് പുള്ളി എടുത്ത് പറയാറുണ്ട്. അപ്പൊ അതൊക്കെ ഓർക്കുമ്പോ നമ്മളെ മനസ്സിലാക്കുന്ന നടന്മാരും ഉണ്ടല്ലോ, എല്ലാരും നമ്മളെ അതുപോലെ ഇവിടെ പറയാം. ചില ആൾക്കാർ ഇവരെ അവഗണിക്കാറുണ്ട്. പേര് പറയണ്ട, പേര് ആരും പറഞ്ഞു ഇൻസൾട്ട് ചെയ്യണ്ട, പേര് ഒരാളുടെയും പേര് പറയണ്ട. അത് കാരണം എന്താ വെച്ചാൽ അവര് നാളെ ഒരു ദിവസം നമ്മുടെ മുമ്പിൽ വരും. ആ ദൈവം എന്നുള്ള ഒരാള്, ഞാനൊരു വിഷ്ണുമായ ഭക്തനാണ്. അതുകൊണ്ടിട്ട് എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ പുള്ളിനെ വിഷ്ണുമായ ഭക്തിക്കുന്ന ഒരാളാ. വിഷ്ണുമായ സ്വാമി പറയണത് നിനക്കുള്ളത് വരും, നീ കാത്തിരിക്കുക, അത്രേ ഉള്ളൂ. അത് വിട്. അപ്പൊ ഇപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പൊ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നിറഞ്ഞു നിൽക്കുകയാണല്ലോ. അപ്പൊ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുമ്പോൾ ഒരുപാട് പേര് ഞങ്ങൾ കളിയാക്കുന്നുണ്ട്. ഇപ്പൊ ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയിട്ടാണോ? എന്തുകൊണ്ട് ഞങ്ങൾക്ക് ബിഗ് ബോസിൽ കയറിക്കൂടാ? കാര്യം നല്ല ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ് ഞങ്ങള്. കാരണം ഒരു ദിവസം ഞങ്ങൾ സോഷ്യൽ മീഡിയ കത്തിക്കൂന്ന് പറഞ്ഞ് തീരുമാനിച്ചിറങ്ങി അത് കത്തിച്ചിരിക്കും. അത് 3-4 പ്രാവശ്യം ഞങ്ങൾ തെളിയിച്ചതാ. ചിലപ്പോ ഞങ്ങൾ അത് സ്റ്റണ്ട് ചെയ്തിട്ടായിരിക്കാം, ചിലപ്പോ ഞങ്ങൾ ഒരാളെയും ഉപദ്രവിക്കുന്നില്ല. ജനങ്ങളെ നമ്മൾ ത്രില്ലടിപ്പിക്കുകയാണ്. ഒരിക്കലും ഞങ്ങൾ സമൂഹത്തിനോട് ഇറങ്ങി ദ്രോഹം ചെയ്യുന്നില്ല. അമ്മേനെ പെങ്ങളെ കുറ്റം പറഞ്ഞ് വീഡിയോ ചെയ്യുന്നില്ല. ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽ തീരും. ഈ ആറാട്ടണ്ണൻ പെരേര ഞാനൊക്കെ കൂടി ഞങ്ങളുടെ ഒരു ഇതുണ്ട്, അതിൽ ഞങ്ങൾ ഒതുങ്ങി നിൽക്കുകയാണ്. അല്ലാണ്ട് ഞങ്ങൾ ജനങ്ങളുടെ അടുത്ത് പോയി ഒരാളെ ശല്യപ്പെടുത്താനോ ഒന്നുമില്ല. അപ്പൊ ഒരുപാട് പേര് ഞങ്ങളെ കളിയാക്കുന്നുണ്ട്, നിങ്ങൾ ബിഗ് ബോസിൽ കയറൂല അപ്പൊ ഞങ്ങൾ എന്തുകൊണ്ട് കയറിക്കൂടാ? ഞങ്ങൾക്ക് ഈ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് ഇതൊക്കെ ഞങ്ങൾക്ക് കത്തിക്കാൻ പറ്റും. കാരണം അത്ര കണ്ടന്റ് ക്രിയേറ്റീവ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ ചിലപ്പോൾ ഞങ്ങൾ തല്ലുകൊള്ളുന്ന വീഡിയോ, പക്ഷെ പിറ്റേ ദിവസം കാണാം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അടുത്ത വീഡിയോ ചെയ്യണം. അപ്പൊ ആൾക്കാർ വിളിച്ചിട്ട് ഞങ്ങളോട് ചോദിക്കും, എടാ നീ എന്തിനാണ് അവരെ
നമുക്കതാ വേണ്ടത്. സ്റ്റണ്ട് വീഡിയോ അത് കൂടുതൽ ആൾക്കാർക്ക് വേണ്ട നെഗറ്റീവാണ്. അതെ അതെ അത് ഞങ്ങൾ നല്ല രീതിയിൽ പബ്ലിസിറ്റി ആണ് ഏറ്റവും ഫാസ്റ്റ് അത് ആയിട്ട് ഞങ്ങൾ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്, ഞങ്ങൾ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ബിഗ് ബോസിൽ ഞങ്ങൾക്ക് എടുത്തുകൂടാ? ഞങ്ങൾ എടുത്തുകൂടാ. ഡെഫിനറ്റ്ലി ചാൻസ് ഉള്ളതാണ്. ഞാൻ പറഞ്ഞ വേറെ ഒന്നും കൊണ്ടല്ല, ഇത്രയും ക്രിയേറ്റീവായിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നിലനിൽക്കുന്നത്, അതായത് ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ചയും കൂടി അതുപോലത്തെ സാധനങ്ങൾ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബുദ്ധി ഉള്ളതുകൊണ്ടല്ലേ. ഡെഫിനറ്റ്ലി. അല്ലാണ്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ പിറ്റേ ദിവസം ആൾക്കാർ നോക്കുമ്പോ എന്താ, അവനെ തല്ലി, ഓ എന്ത് പണി കാണിച്ച. പക്ഷെ പിറ്റേ ദിവസം ഞങ്ങൾ ഇടുന്ന വീഡിയോ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ചായ കുടിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ വേറെ അടുത്ത് ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒരാളെ കുറ്റം പറഞ്ഞ ഒരു വീഡിയോ ആയിരിക്കും. അപ്പൊ അയാൾ എന്നെ കുറ്റം പറയും, പിന്നെ ഞങ്ങൾ ഒരുമിച്ച് എന്ന് പറയും. അത് ഞങ്ങളുടെ ക്രിയേറ്റീവ് ആണ്. പക്ഷെ അത് കാണാനായിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. പറയട്ടെ, ഇപ്പൊ ഈ സിനിമാക്കാരുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമാക്കാരുടെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കൂടി വന്നൊരു 10,000 പേരാ, ഒരു 20,000 പേരാണ്. ഞങ്ങളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരു 1 മില്യനാ, ഒരു 2 മില്യനാ ഒരു ദിവസം കൊണ്ട്. അതുപോലത്തെ ക്രിയേറ്റീവ് ഞങ്ങൾ ചിന്തിച്ചാണ് ചെയ്യുന്നത്. പാറാട്ടനായാലും അലജോസ്പേരായാലും ഞങ്ങളായാലും ഒരു തീരുമാനം എടുത്തിട്ടാണ് സംഭവങ്ങളെല്ലാം ചെയ്യുന്നത്. കറക്റ്റാണ്. കാരണം പറഞ്ഞു, ഞാൻ ഇപ്പൊ രേണുസുധിയുടെ ഒരു ഇന്റർവ്യൂ ഞാൻ ഇന്നലെ ചെയ്ത് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഏകദേശം 25 ലക്ഷം വ്യൂസ്, 24 ലക്ഷം വ്യൂസ് ആ ഒരു ഷോർട്ടിന് മാത്രം കിട്ടി. അപ്പൊ അത് മനസ്സിലാക്കണം, നിങ്ങളെ പോലെയുള്ള താരങ്ങളുടെ റീച്ച് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്കത്. പക്ഷെ വേറൊരു കാര്യം വെച്ചാൽ നമുക്ക് ഇതിലൊരു പൈസ കിട്ടുന്നില്ല, മറ്റു മീഡിയക്കാർക്ക് ഞങ്ങൾ അത് കണ്ടന്റ് കൊടുക്കുകയാണ്. പക്ഷെ ഇപ്പോഴും ഞാൻ പറയാണ്, ഞാൻ ഓട്ടോ ഓടിച്ച് തന്നെയാണ് ഇപ്പോഴും ജീവിക്കുന്നത്. അല്ലാണ്ട് സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾക്ക് ഒരു 10 രൂപ കാശ് കിട്ടാറില്ല. സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ഞങ്ങൾ കൊടുക്കുന്ന കണ്ടന്റ് വേറെ മീഡിയക്കാര് എടുത്ത് ഞങ്ങൾക്ക് വേണ്ട റീച്ചാണ്, അത് അവർ തരുന്നുണ്ട്, അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾക്ക് അവരാരും പൈസ ഒന്നും തരുന്നില്ല. ഓരോ ചാനലുകാർ എടുത്ത് അവരിടുമ്പോൾ അവർക്ക് 2 മില്യൺ 3 മില്യൺ ഒക്കെയാണ്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം എന്റെ ചതി എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഞാൻ വെറുതെ ജസ്റ്റ് വെള്ളത്തിൽ കൂടി ഒഴുകണ ഒരു വീഡിയോ ഇട്ടായിരുന്നു. ആ വീഡിയോ മാത്രം ഫേസ്ബുക്കിൽ ഒരു മീഡിയക്കാരൻ എടുത്തിട്ടതാ. അത് ഇട്ടിട്ട് ആ ഒരു ഒഴുകിപ്പോണ വീഡിയോ ഫേസ്ബുക്കിൽ 1 മില്യനായി കയറിയേക്കണം. മനസ്സിലായി? അപ്പൊ അവര് നമുക്ക് ചായ കുടിക്കാൻ ഇന്നാ മോനെ 1 മില്യൺ കയറി, ഇന്നാ നിനക്ക് ഒരു 10 രൂപ തന്നിട്ടില്ല. ഞങ്ങൾ അത് ചോദിക്കണമില്ല. ഞങ്ങൾക്ക് വേണ്ടത് റീച്ചാണ്. പിന്നെ ഇപ്പോഴും നിലനിൽക്കണമല്ലോ, അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഓരോന്നും ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ആർക്കും സമൂഹത്തിൽ ഒരു ദ്രോഹങ്ങളൊന്നും ചെയ്യുന്നില്ല. ഞങ്ങൾ ഇപ്പൊ എന്നെ തല്ലുന്നു, ഇവനെ തല്ലുന്നു, മാറി മാറി തല്ലുന്നു, ആറാട്ടെണ്ണം തെറി പറയുന്നു, ഞങ്ങൾ ആറാട്ടെണ്ണം തെറി പറയുന്നു. ഞങ്ങൾ പിറ്റേ ദിവസം വൈകുന്നേരം ഒരു ചായ കുടിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. അത് ചായ കുടിക്കാൻ, അത് ഇവരുടെ ഇടയിൽ ഇങ്ങനെ ഒരു വിള്ളൽ ഉണ്ടായാലും ഞാൻ അതിന്റെ നടുക്ക് നിന്നിട്ട് ഇവരെ ക്രിയേറ്റ് ചെയ്ത് ഇവരെ ഒരുമിപ്പിക്കും. അങ്ങനെ ഒരു ബുദ്ധി എനിക്കുണ്ട്. പിന്നെ ഈ സാബുമോന്റെ ഒരു വീഡിയോ, അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കണ്ടിരുന്നു. നമ്മളെ സോഷ്യൽ മീഡിയക്കാരുടെ എന്റെ വീഡിയോ എടുക്കുന്നു, അതുപോലെ തിരിച്ച് അദ്ദേഹം വീഡിയോ എടുത്തുകൊണ്ട് ഒരു വീഡിയോ ട്രെൻഡിങ് ആയിരുന്നല്ലോ. അപ്പോൾ ആ വീഡിയോ പറ്റിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിന് തിരിച്ചും സെലിബ്രിറ്റീസ് തിരിച്ചും ചെയ്യുന്നതിനെ പറ്റിയിട്ട് എന്താണ് അലിന്റെയും വിഷ്ണുവിന്റെ ഒക്കെ ഒരു അഭിപ്രായം? അങ്ങനെ ചെയ്യുന്നത് മറ്റേ ഈ പേടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ക്യാമറ തിരിഞ്ഞപ്പോഴേ ഈ ചില ലേഡീസ് മുഖം പൊത്തണ കണ്ടായിരുന്നു. കാരണം ഇത് ഓൺലൈൻ മീഡിയയിൽ ഓരോ കണ്ടന്റ് ഷൂട്ട് ചെയ്ത് ഇടുമ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയും സംഭവിക്കുമ്പോൾ മുഖം തിരിഞ്ഞേണ്ട ആവശ്യം എന്താ? കാരണം ഇവരുടെയൊക്കെ ഓരോ ഫേസുകളും ഓരോ ചാനൽ ഞാൻ പേര് പറയാനുള്ള ചാനലുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഗേൾസ് വീഡിയോ എടുക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവരുടെ ഫേസ് ഇങ്ങനെ മുഖം മറച്ചത് എനിക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവ് അടിച്ചു. കാരണം എന്തിനാ പേടിക്കണത്? പേടിയുള്ളവർ ഈ ഫീൽഡിലേക്ക് ഇറങ്ങരുത്. കാരണം കുറച്ചുകൂടിയൊക്കെ എന്ത് വരട്ടെ എന്നല്ല, കുറച്ചുകൂടിയൊക്കെ മനസ്സിലാക്കിയിട്ട് ധൈര്യമായിട്ട് ഇറങ്ങണം. മീഡിയ ആണെങ്കിലും ഓൺലൈൻ കണ്ടന്റ് ചെയ്യുമ്പോഴാണെങ്കിലും സിനിമയാണെങ്കിലും സീരിയലാണെങ്കിലും കുറച്ചുകൂടിയൊക്കെ എല്ലാം മനസ്സിലാക്കണം. എന്ത് സംഭവിക്കും, നമ്മൾ തിരിച്ച് മറുപടി കൊടുക്കാൻ അറിയണം. രണ്ട് സൈഡും വന്നല്ലോ അതിൽ. കാരണം പറഞ്ഞാൽ ഇദ്ദേഹം പണ്ട് മറ്റേ സീക്രട്ട് ക്യാമറ അല്ലെങ്കിൽ ഗോൾഡ് ക്യാമറ വെച്ചുകൊണ്ടാണ് ഈ പ്രാങ്ക് ഷൂട്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഒരു നമ്മുടെ സാബുചേട്ടൻ അങ്ങനെയാണ് ചെയ്തിരുന്നത്. അപ്പൊ അവര് മറ്റേ തരികിടാവറിന്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്, അതിലൂടെയാണ് ഫേമസ് ആയത്. വരുമ്പോ അദ്ദേഹം തിരിച്ച് പേടിക്കുന്നത്, നമ്മള് സെലിബ്രിറ്റീസ് ക്യാമറ കൊണ്ടുവരുന്ന സമയത്ത് ഇദ്ദേഹം എന്തിനാ പേടിക്കുന്നത് ചോദിച്ചിട്ടാണ് അവര് ചോദിച്ചത്. അപ്പൊ അതിന് തിരിച്ചു പറഞ്ഞത് നിങ്ങൾ തിരിച്ച് വീഡിയോ എടുത്തിട്ട് പോകുന്നു. അപ്പൊ അങ്ങനെ പല വിവാദങ്ങളും ഉണ്ടായിരുന്നു. അപ്പോ പേടിക്കേണ്ട ആവശ്യമില്ല, പ്രോപ്പറായിട്ട് ചർച്ച ചെയ്യാൻ തോന്നുന്നു. അതെ അതെ, നീലക്കുയിലിന്റെ ഫോട്ടോ മാത്രമാണ് എടുത്തിട്ടേക്കുന്നത്.
ഫേമസ്. ഓക്കെ ഓക്കെ. അനിയാസ് എന്ന് പറഞ്ഞ അനിയാസിന്റെ ഓക്കെ ഓക്കെ. അതൊക്കെ പുള്ളിക്ക് കുഴപ്പമില്ല. ബാക്കി ഒറ്റ ഓൺലൈൻ മീഡിയയുടെ ഫോട്ടോ വന്നില്ല. ഓക്കെ. പറഞ്ഞാൽ അവരെ ആക്ഷേപിക്കാനല്ല, പക്ഷെ നീലക്കുയിലിനെ മാത്രം ഫേമസ് ആക്കാൻ വേണ്ടിയാണ് മൈലേജ് കിട്ടി. അദ്ദേഹത്തിന് നല്ലൊരു മൈലേജ് കിട്ടി. യെസ്, നല്ലൊരു മൈലേജ് കിട്ടി കേട്ടോ. വിവാദങ്ങൾ അവിടെയാണെങ്കിലും മൈലേജ് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. അത് എന്താ പറയാ, അങ്ങനെ പേടിച്ചോടേണ്ട ആവശ്യമില്ല. അദ്ദേഹം മാത്രം മീഡിയയിലേക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മറ്റേ ലൈവ് ലൈറ്റിലേക്ക് വരാൻ ആഗ്രഹമില്ല. പക്ഷെ ഒരു ദിവസം അഖിൽമാരനെ കണ്ടപ്പോ അഖിൽമാരൻ എന്നോട് പറഞ്ഞു, പുള്ളിയുടെ പടത്തിന് ഞാൻ ചാൻസ് ചോദിച്ചത് പുള്ളി പറഞ്ഞ് ഈ നിൽക്കുന്ന ഓൺലൈൻ മീഡിയ മൊത്തം അഭിനയിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാ, അവർക്ക് ഞാൻ ചാൻസ് കൊടുക്കുന്നുണ്ട്, നിനക്ക് തരാം. ഓ, അങ്ങനെ പറഞ്ഞല്ലേ. അത് ശരി. അഖിൽ ഭയങ്കര ഇന്റലിജന്റ് ആയിട്ട് മറുപടി പറയുന്ന ഒരാളാണ്. വളരെയധികം കാൽക്കുലേറ്റീവായിട്ട് മറുപടി പറയുന്ന ഒരാളാണ്. അപ്പോ പലതരത്തില് പറ്റി പറയാനായിരുന്നു ജിഞ്ചർ മീഡിയയിൽ ഈ അലിൻ ജോസ് പെരേരയെ സന്തോഷ് വർക്കി ആരും അനുകരണം ചെയ്യരുത്. ചീത്തയിൽ പോകുന്നു. ചീത്തയിൽ പോകുന്നു. നമ്മള് ടെക്സാ മയക്കൊന്നും ഉപയോഗിക്കുന്നില്ല. നമ്മള് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നു, 2 ദിവസം കഴിയുമ്പോൾ കൂടുന്നു, അല്ലാണ്ട് നമ്മള് ആൾക്കാർക്ക് ഹാനികരമായിട്ടുള്ള സംഭവങ്ങളും ചെയ്യുന്നു. പിന്നെ നമ്മളെ അനുകരണം ചെയ്ത് ഈ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെയൊക്കെ സാഹസികതകൾ ഉണ്ടാവും. കാരണം ഈ ഫീൽഡില് പ്രശ്നങ്ങൾ ഉണ്ടാവും. വീട്ടില് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇത് ഫെയിം വെച്ച് കളിയാക്കലും പരിഹാസങ്ങളൊക്കെ മറന്ന് മാത്രമേ ഈ ഫീൽഡിലേക്ക് നിൽക്കാൻ പറ്റുള്ളൂ. കാരണം ഉണ്ണിക്കണ്ണാണെങ്കിലും ഈ കിംബോയാണെങ്കിലും മനോജ് അങ്ങനെ ഒരുപാട് പേര് വന്നിട്ടോ ആൾക്കാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഉണ്ണിക്കണ്ണൻ മാത്രം ഒറ്റയ്ക്ക് നിൽക്കുന്നതുകൊണ്ട്, സ്റ്റാൻഡ് വേറെ ആയതുകൊണ്ട് മാത്രമാണ് ഉണ്ണിക്കണ്ണന്റെ ആൾക്കാർ ജനഹൃദയങ്ങൾ ഏറ്റെടുത്തത്. ഒന്നാമത്തെ പ്രശ്നം ഞാൻ പറഞ്ഞത്, ഈ സോഷ്യൽ മീഡിയയിൽ വേണ്ടത് നമ്മൾ എപ്പോഴും ഒരേ സാധനം തന്നെ കൊടുക്കരുത്. അത് ഞാൻ എപ്പോഴും ഇവരോട് പറയും. നമ്മളെപ്പോഴും ഇപ്പൊ ഒരുപാട് ഡാൻസ് കളിയായിരുന്നു, അത് മാറ്റണം. അത് മാറ്റിയിട്ട് നമ്മൾ അടുത്ത് ചിന്തിക്കണം. ഞങ്ങൾ ഇങ്ങനെ ഓരോന്നും ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. ചില കാര്യങ്ങളും മണ്ടത്തരമായിരിക്കാം, പക്ഷെ അത് കാണാനായിട്ട് ആൾക്കാരുണ്ട്. മനസ്സിലായോ? അപ്പൊ എല്ലാ പ്രാവശ്യവും നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പടം, ഇപ്പൊ ഇവൻ ആദ്യം അതായിരുന്നു ചെയ്തെന്ന് വെച്ചാൽ പടം ഇറങ്ങുമ്പോൾ ഡാൻസ് കളിച്ച്, ഞാൻ പറഞ്ഞു അതൊക്കെ മാറണം. അത് പറയട്ടെ, അതാ ഞാൻ പറഞ്ഞത്. നമ്മളിപ്പൊ അത് മാറി ഓരോന്ന് ചെയ്യണം. ഓരോ സാധനങ്ങളും ഞങ്ങൾ ഓരോ കണ്ടന്റുകൾ ചെയ്യുന്നുണ്ട്. അത് ചെയ്യുന്നോണ്ട് ആൾക്കാരത് കാണുന്നുണ്ട്, ഞങ്ങളുടെ വീഡിയോ കാണുന്നുണ്ട്. പക്ഷെ എന്ന് വെച്ചാൽ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ പല മീഡിയക്കാരുമാണ് അത് എടുത്ത് ചെയ്യുന്നത്. നമ്മൾക്ക് ബെനിഫിറ്റ് എന്നുള്ള സാധനമില്ല. അതാണ് ഒന്നാമത്തെ പ്രശ്നം. ഇപ്പോഴും ഞാൻ പറയണെന്ന് വെച്ചാൽ ഇപ്പൊ ഇവൻ കല്യാണ പരിപാടി അങ്ങനത്തെ സംഭവങ്ങൾക്ക് പോയാണ് ഇവൻ ജീവിക്കുന്നത്. ഞാൻ രാത്രി വണ്ടി ഓടിക്കാൻ പോകും, നൈറ്റ് വണ്ടി ഓടിക്കാൻ പോകും. അത് കഴിഞ്ഞിട്ട് ഓട്ടോറിക്ഷ ഓടിക്കാൻ പോയി എന്തെങ്കിലും പ്രോഗ്രാം എന്ന് വെച്ചാൽ എനിക്ക് വലിയ പ്രോഗ്രാംസ് ഒന്നുമില്ല. ഞാൻ ഇപ്പോഴും ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോകുന്ന ഒരാളാണ്. കാര്യം സിനിമേനെ ഒരിക്കലും ഞാൻ കൈവിടില്ല. നമ്മളിപ്പോ എപ്പോഴും ഫെയിം ആവുമ്പോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഫെയിം ആയിട്ട് കാര്യമില്ല. ഞാനിപ്പോഴും പറയുന്നത് നമ്മുടെ ലക്ഷ്യം എന്താ? സിനിമ. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം മീനൂസ് കിച്ചൺ സീരിയലിൽ എന്നെ ഫസ്റ്റ് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വിളിച്ചേ. അപ്പൊ ഇവൻ എന്നെ കുറെ ചീത്ത പറഞ്ഞില്ലേ? എടാ നിനക്ക് നാണയില്ലേ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോകാന്ന് പറഞ്ഞു. ഞാൻ പറയാം വന്ന വഴി മറക്കരുത്. ഇപ്പൊ നമ്മ ഫെയിം ആയിട്ട് നിൽക്കുക. നമ്മ ചിലപ്പോ അവിടെ ചെല്ലുമ്പോഴായിരിക്കും അവര് തിരിച്ചറിയുന്നത്. കറക്റ്റ് അതേപോലെ തന്നെ വിളിച്ച് താങ്കൾ ഈ വേഷം ചെയ്യണം. ഞാൻ ആദ്യം ഒന്ന് വിഷമിച്ച് വേറൊരു ദിവസം പോവാന്ന് പറഞ്ഞു. വേറൊരു ദിവസം നല്ലൊരു ഡയലോഗുള്ള വേഷം വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ തന്നത് അതിനും വലിയ വേഷം. അത് കഴിഞ്ഞ് 2-3 പ്രാവശ്യം ഞാൻ പോകുമ്പോഴാണ് ഞാൻ പറഞ്ഞു, സാറേ എന്റെ കൂടെ അലൻ ജോസ് പെരേര ഉണ്ട്, നമുക്ക് എന്റെ കൂടെ എന്നെ പിടിച്ച് കൈ കയറ്റിയതാണല്ലോ, അപ്പൊ നമ്മൾ തിരിച്ച് പിടിച്ച് കയറ്റണ്ടേ. അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ അലൻ ജോസ് പെരേര ഉണ്ട്, അവനും കൂടി ഒരു വേഷം കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും സാറേ എന്ന് പറഞ്ഞു. അതിനെന്താ കൊണ്ടുപോകാൻ വിഷ്ണു എന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ച് ഞാൻ ഇവരെ കൊണ്ടുവന്നാണ് ഈ മറ്റേ എന്താണ് മീനൂസ് കിച്ചൺ എന്ന സീരിയലിൽ. പക്ഷെ അതിന് എന്നെക്കാട്ടും കൂടുതൽ സീൻ ഇവന് കിട്ടി. അല്ല അത് എനിക്ക് കുഴപ്പമില്ല, നമ്മുടെ സുഹൃത്തല്ലേ, അതായത് എന്നെ കൊണ്ടുവന്നല്ലേ. 10 പേർക്ക് ഇപ്പൊ എന്നെ അറിയാമെങ്കിൽ അത് ഇവൻ കാരണം, അല്ലാണ്ട് സിനിമയിൽ അഭിനയിച്ചിട്ടാ നാടകത്തിൽ അഭിനയിച്ചിട്ടൊന്നുമില്ല. അല്ല അതിന്റെ ആവശ്യമില്ല, നമ്മളിങ്ങനെ കണ്ടാൽ മതി നാച്ചുറൽ ആയിട്ട്. ഒരു അവിടെ പരിഗണന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ലേഡീസ് ആയിട്ടുള്ള ആൾക്കാർ, പെൺകുട്ടികൾ, സ്ത്രീകള് നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ ചില ആൾക്കാർ പേടിച്ച് മാറാറുണ്ട്. എന്ന് പറഞ്ഞാൽ പല സിറ്റുവേഷനിൽ ആങ്കറിങ് ആണെങ്കിലും ചില ആൾക്കാർ 5 ദിവസം അയ്യോ ആങ്കറിങ് ഇല്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി ഒരു അടിയായിപ്പ് ഞാൻ അവിടെ പോയി കണ്ടപ്പോ സംഭവം. കാരണം ഫസ്റ്റ് നമ്മള് ഷൂട്ടിങ് തുടങ്ങുമ്പോ മേക്കപ്പ് ആണ്. കാരണം എന്നെ മേക്കപ്പ് ചെയ്ത് 2 പെൺകുട്ടികളാണ്. അതാ ഞെട്ടിപ്പോയി. അല്ല മേക്കപ്പ് ചെയ്യുമ്പോ നമ്മളിങ്ങനെ കൈ പിടിച്ചിട്ട് ടച്ച് ചെയ്യണം. ടച്ച് ചെയ്ത് ആ മേക്കപ്പ് ചെയ്യണമെങ്കിൽ അത് തന്നെ ഒരു എന്താ പറയാ റെസ്പെക്ട് വേണമല്ലോ, ഗിവ് ആൻഡ് ടേക്ക് പോളിസി ആണല്ലോ. കാരണം ആ ഒരു നമ്മളെ ഫെയിം അല്ലാണ്ട് ഒരു വ്യക്തിയായിട്ട് കണ്ടാണ് നീനു എന്നത്തെ പേര് മേക്കപ്പ് ചെയ്തത്. ഇപ്പൊ ക്ലൈമാക്സ് സീക്വൻസ് അവിടെ തന്നെ ഷൂട്ട് ചെയ്തത്.
ഓ ശരി. മേക്കപ്പ് ചെയ്തു. ആ ബോയ്സ് മേക്കപ്പ് ചെയ്യും, സമയം മാറി മാറി കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മള് ഓൺലൈൻ വഴി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന പലതും അത് വെച്ച് പല വ്യക്തികൾ ഈ പിന്തിരിപ്പുണ്ട്, പുറകിൽ നിന്ന് ഈ കുത്തലുണ്ട് പല. അതുകൊണ്ടാണ് നമ്മളിപ്പോ ഈ ഇരിക്കുന്ന പൊസിഷന് വല്ല പ്രശ്നമുണ്ടാവും. നമ്മൾ ഇരിക്കുമ്പോ ഇത്രയും ഗ്യാപ്പില്ലേ? കാരണം ആങ്കറിംഗ് എന്ന് പറയുമ്പോ നമ്മള് അവിടെ ഇരിക്കുന്നു, ഒരു വ്യക്തിയെ അവിടെ ഇരിക്കുന്നു, നമ്മൾ ഇവിടെ ഇരിക്കുന്നു, പിന്നെ ആങ്കർ ചെയ്യുന്നു, പിന്നെ കട്ടിങ് ആയിട്ട് വരുന്നു. മനസ്സിലായോ? അപ്പൊ ഈ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ, അല്ലേ? ഇപ്പൊ ഏതൊരു ചാനലിൽ പറഞ്ഞു 5 ദിവസം വരെയാണെങ്കിൽ ആങ്കർ ചെയ്യില്ല കേട്ടോ എന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞു ദൈവത്തോർത്ത് വേണ്ട. കാരണം ഇത്രയും നാള് ഒരു ഷണ്ണി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 പെൺകുട്ടികൾ ആങ്കർ ചെയ്ത് കഴിഞ്ഞു. അവരോടൊത്ത് ഞാൻ മാന്യമായിട്ട് പെരുമാറിയത്. അവരുടെയൊക്കെ നമ്പർ വരെ എന്റെ ഉണ്ട്. കാരണം ഈ 6 പറയുന്നത് പോലെ ഈ ആങ്കർമാരുടെ മുഖത്ത് നോക്കി ഞാൻ കർഷക പറയാറില്ല. കാരണം എനിക്ക് അറിയാം എന്താണ് റിപ്ലൈ കിട്ടുന്നതെന്ന്. മനസ്സിലായോ? അപ്പൊ ഞാൻ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ച സമയത്ത് ഒരുപാട് പേരോട് എനിക്ക് ഇഷ്ടമുണ്ടായത് തുറന്നു പറഞ്ഞിട്ടുണ്ട്, ചീറ്റി പോയിട്ടുണ്ട്. അപ്പൊ അറിയാലോ. അതിനെ കുറിച്ച് ഞാൻ പറയാം. ഇപ്പൊ ആറാട്ടണ്ണനെ ഇപ്പൊ ഇവനെ കൊണ്ട് നടക്കണ പോലെയാണ് ഞാൻ ആറാട്ടണ്ണനെ കൊണ്ട് നടക്കുന്നത്. ഇവൻ ഉച്ച കഴിഞ്ഞിട്ടാണ് എണീക്കണം. അപ്പൊ രാവിലെ ആറാട്ടണ്ണന്റെ ഇവിടെ ഇരിക്കും. അപ്പൊ ആറാട്ടണ്ണൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇവിടെ രാവിലെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, നീ വന്നു എന്ന് പറയും. അപ്പൊ ഞാൻ എന്റെ ഓട്ടോ ഷെഡിൽ ഞാൻ മഴയും കൂടിയാണല്ലോ, അപ്പൊ പുള്ളിയുടെ കൊണ്ട് ഞാൻ പോകും. അപ്പൊ നമ്മളിപ്പോ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു ലേഡി ഇങ്ങാടെ ആറാട്ടണ്ണനോട് പറയണം, അണ്ണാ എന്നോട് ക്രഷ് ഉണ്ടെന്നൊന്ന് പറയണേ. അത് ക്യാമറ കട്ട് ചെയ്തിട്ടാ പറയണം. അത് പ്രോഗ്രാം കഴിയുമ്പോ ഒന്ന് പറഞ്ഞാൽ മതി. കാര്യം അവർക്ക് വേണ്ട സാധനം അതാണ്. അപ്പൊ അങ്ങനെ ആങ്കർ പറയിപ്പിച്ചിട്ടാണ് പുള്ളി പറയണത്. അല്ലാണ്ട് ഒരിക്കലും പുള്ളി അങ്ങനെ മനസ്സിൽ നിന്ന് ക്രഷ് ആണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ എല്ലാവരും ക്രിയേറ്റീവ് ആണല്ലോ, അറിയാലോ. അപ്പൊ ആൾക്കാർ നോക്കുമ്പോ എന്താ ഇയാൾക്ക് ഇത് തന്നെയാണ് പണി. പക്ഷെ ഈ ഇന്റർവ്യൂ തുടങ്ങുന്നപ്പോ ഓൾറെഡി പുള്ളിനോട് പറഞ്ഞിട്ടുണ്ട്. അതെന്താ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഉണ്ടായിരുന്നു കൂടെ. അണ്ണാ ഇങ്ങനെ പറയണോട്ടാന്ന് പറഞ്ഞു, എന്നാ എന്നോട് ക്രഷ് ഉണ്ടെന്ന് പറയണ ഇന്റർവ്യൂ കഴിയുമ്പോ. ഞാനത് കേട്ടിട്ടുണ്ട്. എടാ എല്ലാവർക്കും വേണ്ട എന്താ റീച്ച്. ഈ കസ്റ്റ് പറയുന്ന ഒരു സംഭവം ഓൺലൈൻ മീഡിയ പല ആങ്കർ എന്നോട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ പുള്ളി പറയും, ഞാൻ പറയത്തില്ല. അത് പറയിപ്പിക്കണേ. എന്റെ ഒരു സ്റ്റാൻഡ് ആ ഒരു ലൈനല്ല. എനിക്ക് മാന്യമായിട്ട് കല്യാണം കഴിക്കണം, മനസ്സിലായി? അല്ലാണ്ട് ഈ പൊട്ടങ്ങളെയും തമാശ അല്ലെങ്കിൽ ഒരു കോമാളിത്തരം എന്ന് പറഞ്ഞ ആൾക്കാർ പറയുന്ന ആ ഒരു വീഡിയോ കണ്ടന്റുകൾ നമ്മൾ അധികം ചെയ്യുന്നില്ല. നമ്മൾ ഒന്നാമത് ഇപ്പോ മിനോസ് കിച്ചണിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നു, പോകുന്നു, അങ്ങനെ ഇത് നിൽക്കുന്നതാണ്. അപ്പൊ അതിനിടയ്ക്ക് ഈ ക്രഷ് പറയുക. ഒന്നാമത് ഇന്നാള് ഒരു നാട്ടിലെ പേരും പറഞ്ഞ് കർഷക പറഞ്ഞിട്ട് അമ്മ വന്ന് ചോദിച്ചിരുന്നു, മറ്റേ അനർക്കി മറക്കാൻ മീഡിയക്ക് പറയിപ്പിച്ചു. അപ്പൊ പെട്ടെന്ന് പറഞ്ഞു വീഴ പറയാൻ നിർബന്ധിച്ചുകൊണ്ട് ആദ്യം വന്നപ്പോഴേ. അപ്പൊ പിന്നെ അത് അമ്മ വന്നിട്ട് അവളുടെ അമ്മ വന്നിട്ട് പറഞ്ഞായിരുന്നു, അങ്ങനെ എന്റെ മകള് കർഷക പറഞ്ഞായിരുന്നു ആ തമാശയായിട്ട്. കാരണം നമ്മൾ ഈ ഒരു കേസ് നമ്മൾ അയൽവക്കാരോട് വീട്ടിലൊരു പെൺകുച്ചിനോട് പറഞ്ഞെങ്കിൽ അടി കിട്ടും. സിനിമയിൽ നമുക്ക് കുറച്ചുവരെ പറയാം. ആറെണ്ണം പറയുന്ന പോലെ പറയുമ്പോ പറയാലോ. ഇപ്പൊ പുള്ളിക്ക് ജയിൽവാസമൊക്കെ അനുഭവിക്കേണ്ടി വന്നു. അത് ഓരോ പോയിന്റ്സ് പറഞ്ഞു തെറ്റിപ്പോയതുകൊണ്ടാണ്. അത് പുള്ളിക്ക് ഇനി തെറ്റിപ്പോകുമെന്ന് വിചാരിക്കുന്നു. കാരണം ഇനി പുള്ളി കണ്ടിട്ട് ചെയ്യുന്നുണ്ട്. വേറെ കേസ് പറയാ, ജയിൽവാസം അനുഭവിച്ചുകൊണ്ട് പുള്ളിക്ക് ഒരു കാര്യം മനസ്സിലായി. പുള്ളിയുടെ കൂടെ ഈ പറഞ്ഞ അലൻ ജോസ് പെരേര പോലും കൂടെ ഇല്ല. ഞാനൊരാളാണ് പുള്ളിനെ ജാമ്യത്തിൽ ഇറക്കാനും എല്ലാത്തിനും ഓടി നടന്നേച്ച്. അത് ഇതായിട്ട് പറഞ്ഞല്ല, അത് ആ സമയത്ത് വൈറലായിരുന്നു ആ വീഡിയോ. എന്റെ കാര്യം ആ സമയത്ത് പുള്ളിനെ സഹായിക്കാൻ ആരുമില്ല. കാര്യം പുള്ളിയുടെ ഫാമിലി മൊത്തം അമേരിക്ക സെറ്റിൽഡാ. ലാസ്റ്റ് ഞാനൊരു വീഡിയോ ഇട്ട്, അതായത് ആറാട്ടണ്ണനെ ഇറക്കാനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞ് വളരെ സെന്റിമെന്റ്. അതായത് എനിക്കൊരു വക്കീലുണ്ടായിരുന്നു. അപ്പൊ ആ വക്കീലിനെ അറേഞ്ച് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് ഞാനൊരു വീഡിയോ ചെയ്തപ്പോ അത് ഭയങ്കരമായിട്ട് കേറി പിടിച്ചായിരുന്നു ആ വീഡിയോ. അത് കേറി കഴിഞ്ഞപ്പോഴാണ് പുള്ളിയുടെ സിസ്റ്ററൊക്കെ ഇതറിഞ്ഞ് എന്താ ചെയ്യേണ്ടത്, ഫണ്ട് വേണം. അപ്പൊ ഞാൻ പറഞ്ഞു ഫണ്ട് വക്കീലിന്റെ നമ്പർ തരാം, നിങ്ങൾ നേരിട്ട് സംസാരിച്ചോന്നു. അങ്ങനെയാണ് കംപ്ലീറ്റ് സെറ്റ് ചെയ്തത്. പക്ഷെ പുള്ളി ഇറങ്ങി കഴിഞ്ഞപ്പോൾ പുള്ളി ഒരു കാര്യം പറഞ്ഞു, വിഷ്ണു കൊച്ചിക്കാരല്ലാണ്ട് വേറെ ആളും ഉണ്ടായില്ല. അതായത് ഇത്രയും ഫെയിമായിട്ട് നിന്നിട്ടും പുള്ളിനെ ഒന്ന് ഇറക്കാനോ വക്കീലിന് ഇതാക്കാനോ ഒരാളും ഇല്ല. ഇവനിപ്പോ ഏജ് ഞാൻ കറക്റ്റ് പറയുന്നത് 33 ആയിട്ട് ഏജായി. ഇവനെക്കാലം ഒരു 10-12 വയസ്സ് എളുപ്പമുണ്ടെന്ന് തോന്നിയിരിക്കുന്നു. 24 അപ്പൊ അതിന്റെ ആയിട്ടുള്ള ഒരു കാര്യമൊക്കെ വരും. ഈ കാര്യങ്ങൾക്ക് അഡ്വക്കേറ്റിനെ കാണണം, അല്ലെങ്കിൽ കോടതി മുഖേനുള്ള പ്രോസസ്സിംഗ് ഒക്കെ എനിക്കറിയില്ല പേഴ്സണലി. പിന്നെ നമ്മള്
ഇതിനെപ്പറ്റി ഈ പുള്ളിയുടെ പുറകെ പോയി ചെയ്യാൻ എനിക്ക് പേഴ്സണലി അറിയില്ല. പുള്ളിക്ക് അറിയാലോ, കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാളെ ഇതിനെപ്പറ്റി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എനിക്ക് ആക്ടിങ് അറിയാം. ആദ്യം അല്ലെങ്കിൽ ആക്ടിങ് ഒരു പാഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ സീരിയലിലും സിനിമയിലൊക്കെ ആക്ട് ചെയ്ത് പോകും. അതുപോലെ തന്നെ ഇതൊക്കെ അറിയാവുന്ന ഒരു ഇത് വേണമല്ലോ. എന്താ പറയാ, ഇത് എന്റെ തന്നെ ചില നീ തന്നെ ഇല്ലെന്നല്ല പറഞ്ഞ, ആരും ഉണ്ടായില്ലെന്നാ പറഞ്ഞ പുള്ളിനെ സഹായിക്കാൻ. അറിയില്ലല്ലോ, അതൊക്കെ അറിയാവുന്നതുകൊണ്ട് നിനക്ക് ചെയ്യാൻ പറ്റില്ല. നിന്നല്ല പറഞ്ഞ, മൊത്തത്തിൽ പറഞ്ഞതാ. പുള്ളിയുടെ കൂടെ ഇപ്പൊ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ കുറെ ആൾക്കാർ അയാളുടെ കൂടെ വീഡിയോ എടുക്കാനും പിടിക്കാനൊക്കെ ഉണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്ന ആകെ എടുത്തേക്കണ അയാൾ കോടതിയിലേക്ക് കയറുമ്പോഴുള്ള വീഡിയോ എടുത്തിട്ടുണ്ട്, അയാളെ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള വീഡിയോ എടുത്തിട്ടുണ്ട്. ഈ ആൾക്കാർ ഒരു എന്താ പറയാ, എന്താണ് എന്നെ വിളിച്ചിട്ട് എന്താ ചെയ്യണ്ടേ ഒന്ന് ചോദിക്കാലോ. കാര്യം പുള്ളിയുടെ കൂടെ ഞാൻ നിൽക്കുകയാണ്. ഇതുവരെ വിളിക്കാറുണ്ട് മീഡിയക്കാര്, നിക്ക് എന്നെ വിളിക്കാറുണ്ട്. എപ്പോഴാ ഇറങ്ങണേന്ന് ചോദിച്ചു, എപ്പോഴാണ് എന്താണ് വക്കീല് കണ്ടന്റ് എടുക്കും. ആരുടെ പേര് പറയാൻ നിൽക്കേണ്ടത് കേട്ടല്ല. പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. ആ സമയത്ത് ഓടിയത് ഞാനാ, നീ പോലും ഉണ്ടായില്ല. ശരിയല്ലേ? പിന്നെ അത് പേര് പറയാൻ നിൽക്കണ്ട. ഇതൊക്കെ ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി ഇല്ല. അല്ല, പ്രായത്തിന്റെ ഒരു മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ വലിയ ഇമ്പോർട്ടന്റ്. ലോകപരിചയം എന്ന് പറയുമല്ലോ. ലോകപരിചയവും കാര്യഗൗരവവും പിന്നെ ഈ പറഞ്ഞ അഡ്വക്കേറ്റ് ആയിട്ടുള്ള ബന്ധങ്ങളും ഈ ഒരുപാട് അത് ഞാൻ പറയുന്നില്ല, ഒരുപാട് അറിയാൻ പുള്ളിക്ക്. ഞാൻ പിന്നെ സ്റ്റേഷനിൽ അധികം പോകുന്നില്ല. നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങൾ കേസ് എനിക്കും വന്നിരുന്നു. അപ്പൊ ഞാനും ചെറിയ രീതിയിൽ മനസ്സിലാക്കി എടുത്തു വരുന്നേ ഉള്ളൂ. കണ്ടിരുന്നു, ആ വീഡിയോ കണ്ടിരുന്നു. മറ്റേ ഞാൻ ഗ്ലിസർ യൂസ് ചെയ്ത് കരയുന്നതല്ല, ഞാൻ ഒറിജിനലായിട്ട് കരയുന്നതാണ്. അത് ഞാൻ കണ്ടിരുന്നു. അതിന്റെ അലിൻ ജോസിന്റെയും അവർ രണ്ടുപേരും കൂടി കണ്ടിരുന്നു. അത് ഇറങ്ങിയായിരുന്നു. ഫാമിലി ലൈഫ് എന്ന് വെച്ചാൽ സിനിമയില് ആയിക്കഴിഞ്ഞിട്ട് ഒരു കല്യാണം കഴിക്കാന്നും പറഞ്ഞ് നിക്കണേണ്. പക്ഷെ സിനിമയിൽ ഇപ്പോഴും അല്ല, സിനിമയിലൊന്നും ആവാത്തോണ്ട് നമ്മളിപ്പോ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ, അതായത് ഞാനിപ്പോ സിനിമ എന്നുള്ള ലോകത്തേക്ക് ഞാൻ ഇപ്പോഴും ഓടി അടക്കുക, എങ്ങും എത്തിയിട്ടില്ല. അപ്പൊ നമ്മളൊരു പെൺകുട്ടിനെ വിളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ലോക്കാവോടാ. പിന്നെ ലാസ്റ്റ് ആ കുട്ടിയുടെ പ്രാക്ക് മേടിക്കേണ്ട കാര്യമില്ല. നമ്മളൊന്ന് സെറ്റിലായിട്ട് ഒരു കല്യാണം കഴിച്ചാൽ പോലെ എന്നാണ് എന്റെ ഒരു ഇത്. അതാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ പെട്ടെന്ന് പെണ്ണ് ഇപ്പൊ ഒരുപാട് ആലോചനയും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. പക്ഷെ ഇപ്പൊ പോയി അങ്ങോട്ട് തല വെച്ച് കഴിഞ്ഞാൽ എന്റെ സ്വപ്നം നടക്കില്ല. അതുകൊണ്ടാണ് ഇപ്പൊ മാരേജിനെ കുറിച്ച് ഇപ്പൊ ചിന്തിക്കാത്തത്. ലൈക്ക് ഫാമിലി വീട് അച്ഛനും അമ്മ മാത്രമേ ഉള്ളൂ. പെങ്ങളുടെ കല്യാണം കഴിഞ്ഞു പോയി. എക്സാക്ട് വീട് എവിടെയെന്ന് പറഞ്ഞാൽ തേവര അല്ലേ? ഓക്കെ, ഓൾറൈറ്റ്. അപ്പോൾ എന്തായാലും വിഷ്ണു കൊച്ചുകാരൻ്റെ ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് അറിയാൻ പറ്റി. അലൻ ജോസ് പെരേര നന്നായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് വളരെ ക്ലോസ് ആയിട്ട് ഫ്രണ്ടാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ അറിഞ്ഞതിൽ സന്തോഷിക്കാം. അപ്പോൾ നമുക്ക് എല്ലാ ഭാവങ്ങളും നേരാം. അദ്ദേഹത്തിന് പടം റിലീസാകാൻ പോവുകയാണ് ഓഗസ്റ്റ് 1-ന്. തയ്യൽ മിഷൻ എന്ന് പറഞ്ഞ സിനിമ റിലീസാവുകയാണ്. അപ്പോൾ എല്ലാവരും ഫാമിലിയായിട്ട് തന്നെ പോവുക. എനിക്കിപ്പോഴും നന്ദി പറയാനുള്ളത് ഗോപിക, വിനയൻ, രാകേഷ് കൃഷ്ണ, ഈ 3 പേരോടാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം ഡയറക്ടർ, പ്രൊഡ്യൂസർ, സ്ക്രിപ്റ്റ് റൈറ്റർ. എന്തുകൊണ്ടാന്ന് വെച്ചാൽ എന്നെ ഒരാളെ ഡയലോഗുള്ളൊരു വേഷം സിനിമയിൽ എനിക്ക് തന്നതിന്. കാര്യം ഇത്ര നാള് ചെയ്തിട്ട് എനിക്കൊരു ഡയലോഗുള്ള വേഷം, ഒരുപാട് പേര് എന്നെ കളിയാക്കി, എന്താടാ ഡയലോഗുള്ള വേഷം ഒന്നും ഇല്ലേ? അതറിയാലോ, ഉണ്ടാവുമല്ലോ നമുക്ക് ഈ ഫീൽഡിൽ. അപ്പൊ ഒരുപാട് ചവിട്ടൊക്കെ കിട്ടി കയറി പയ്യെ വരികയാണ് സിനിമയിലേക്ക്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് വേണം. എൻ്റെ ആഗ്രഹം സിനിമയെ തന്നെയാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. സിനിമയിൽ തന്നെ കയറാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഈ കാണിക്കണ സോഷ്യൽ മീഡിയ കാണിക്കണ ആളല്ല ഞാൻ ഇപ്പോഴും പറയാണ്, സിനിമ എന്നുള്ള സ്വപ്നം കണ്ടാണ് ഇവരുടെ കൂടെ ഞാൻ എത്തിയത്. അത് ഇവനെ അറിയാം, ഞങ്ങൾ ഒരുമിച്ച് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് തുടങ്ങിയതാണല്ലോ. അപ്പൊ പിന്നെ അതിനെ കുറിച്ച് പറയണ്ട. അപ്പൊ നമ്മുടെ സിനിമ 1-ാം തീയതി റിലീസാണ്. അതെ, ഓഗസ്റ്റ് 1-ാം തീയതി റിലീസാണ് എന്റെ സിനിമ. എന്റെ സിനിമ എന്ന് തന്നെ പറയാലോ. ഒരു നല്ലൊരു ചെറിയൊരു വേഷമായാലും നല്ല ഡയലോഗുള്ള ഒരു വേഷം ഞാൻ ചെയ്തതാ. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം, തയ്യൽ മിഷൻ ഓഗസ്റ്റ് 1-ാം തീയതി. നിങ്ങൾ തിരക്കില്ലെങ്കിൽ ഒന്ന് പോയി കാണുക തിയേറ്ററിൽ. എന്നെ പോലത്തെ ആൾക്കാരെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഹിറ്റ് ആവട്ടെ. അതെ, ഒരുപാട് സിനിമകളിൽ ചെറിയ വേഷം മതി. ഒരു കാര്യം പറയാം, ആർട്ടിസ്റ്റ് തുടങ്ങിയെങ്കിലും വലിയൊരു ആർട്ടിസ്റ്റായി മാറട്ടെ. തിരക്കുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റായി മാറട്ടെ. ഇപ്പോൾ നമ്മൾ പല ആൾക്കാരെ കണ്ടിട്ടില്ല. അതേപോലെ വളർന്നു വലുതായി മലയാള സിനിമയിൽ വലുതായി പന്തലിച്ച് വരട്ടെ. നിറച്ച് സിനിമകൾ, കൈനിറച്ച സിനിമകളാവട്ടെ, ഓടി നടക്കുവാറാവട്ടെ. എല്ലാ പ്രശ്നങ്ങളും തീരട്ടെ, നല്ല ലെവലിലേക്ക് എത്തട്ടെ. അങ്ങനെ എല്ലാ ഭാവങ്ങളും തീരുന്നു. വിഷ്ണു, താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ് ഫോർ യു. ഓക്കെ അലൻ, താങ്ക് യു സോ മച്ച്. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഒരു പേഴ്സണൽ റിവ്യൂ കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് അലൻ്റെ. അത് നമുക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു.